രാവിലെ തന്നെ എണീറ്റിട്ടതാ അടുക്കളയിലേക്കാട്ടോ ഇറങ്ങിയത്. ഇപ്പോൾ ചായക്കുള്ളതൊക്കെ ആക്കാനാണ്. ഞങ്ങളെ പീക്കുതാ രാവിലെ തന്നെ സൗണ്ട് ഉണ്ടാക്കി കളിക്കുന്നുണ്ട്. അതിനെന്തെങ്കിലും കൊടുക്കണം. ഇനി ചായ വെക്കാൻ പോവാട്ടോ. പീക്കുനിതാ ഇതൊക്കെയാണ് കേട്ടോ കൊടുക്കുന്നത്. പയർ നല്ല ഇഷ്ടമാണ് കേട്ടോ. അപ്പോൾ അതും പിന്നെ ഒരു തക്കാളിയും കൊടുക്കാമെന്ന് വിചാരിച്ചിട്ടോ. ഭയങ്കര സൗണ്ട് ഉണ്ടാക്കണം, വിശന്നിടാൻ തോന്നുന്നുണ്ട്. അപ്പം ഇത് നമുക്ക് പീക്കുന് കൊടുക്കാം. ബ്രേക്ക്ഫാസ്റ്റിന് ഇതാ നല്ല പത്തിയും ചിക്കൻ കറിയാണ് കേട്ടോ. ചിക്കൻ ഇതാ കഴിക്കുന്നുണ്ട്, റെഡി ആയിക്കൊണ്ടിരിക്കാം കേട്ടോ. രാവിലെ തന്നെ അടുക്കളയിലേക്ക് ചെന്നുകൊണ്ട് ഇതാ കട്ടനൊക്കെ പൊന്തിക്കാൻ മറന്നു പോയിട്ടുണ്ട് കേട്ടോ. അതിലൊക്കെ തുറന്ന് ഇപ്പം വരാൻ സമയമായിട്ടുണ്ട്. ഇപ്പം വന്നാൽ കാണാം. Guys, oh വന്ന് guys. നല്ല ചിക്കൻ തേങ്ങ അരച്ച കറി ഇതാ റെഡി ആയിട്ട് കേട്ടോ. നോമ്പിന് ശേഷം എപ്പോഴാണ് നമ്മൾ ഉണ്ടാക്കുന്നത്. അങ്ങനെ ഞങ്ങളെ ചായക്കുള്ളതെല്ലാം റെഡി ആയിട്ട് നേരിപത്തിയുണ്ട്. ചിക്കൻ കറി, ചായ, പിന്നെ ഇതാ പഴം. ഞങ്ങൾക്ക് ചോറുന്നാല് ചായ കുടിച്ചിറക്കെ അവസാനം എന്താ ഫ്രൂട്ട്സ് കഴിക്കുന്ന സ്വഭാവം. അപ്പോൾ ഇതാ പഴം. ഇത് ഇന്നലത്തെ പൂരിയാണ്. ഇവിടുത്തെ കഴിഞ്ഞ് ഉച്ചത്തേക്കുള്ള പണിയാട്ടോ. നല്ല ബീഫുണ്ട്, ഇത് പൊരിക്കാനാണ്. വേവിച്ച് വെച്ചതാട്ടോ. സെൽഫി സ്റ്റാൻഡ് ഇതാ അതുപോലത്തെ അത് ഇവിടെ വെച്ചിട്ടാണ് നമ്മൾ സംസാരിക്കുക. ഞങ്ങളെ വീട്ടിൽ വന്ന വിരുന്നാനാട്ടോ. അവർക്കാണ് നമ്മൾ ജ്യൂസ് അടിച്ചതാണ്. ഇതിലതാ അവിടെ പൊരിച്ചത് റെഡി ആയിട്ടുണ്ട്. അത് ഞങ്ങളിതാ കോരി വെക്കാണ്. നല്ല സൂപ്പറായിട്ട് പൊരിഞ്ഞുണ്ട്. മുഴുവനത്തോടൊക്കെ അവിടെ എല്ലാവർക്കും ഇഷ്ടമാട്ടോ. എനിക്കിഷ്ടമല്ല, ഇവിടെ ആണുങ്ങളൊക്കെ. അപ്പോൾ സൂപ്പറായിട്ട് പൊരിഞ്ഞ് വെച്ചിട്ടുണ്ട്. പിന്നെ ഉപ്പേരിൻ്റെ പകുതി അരിഞ്ഞ് ഉമ്മ ഫോൺ വന്നപ്പോൾ അങ്ങോട്ട് പോയതാട്ടോ. ഇതൊക്കെ ഇനി ഫുൾ അരിഞ്ഞാണ്ട് ഉപ്പേരി വെക്കാൻ കേട്ടോ. നല്ല പൂളയും മത്തിയും ഇട്ട് കറി വെക്കുന്നുണ്ട്. പിന്നെതാ ബീഫുണ്ട്. ഇതാ വീഡിയോ കോൾ ചെയ്യുന്നുണ്ട്. ഓളെ കാണിച്ച് നുണപ്പിക്കുക കേട്ടോ. അത് ബീഫ് ഓക്കെ ഇഷ്ടമുള്ളതാ. എനിക്ക് ഇഷ്ടമുള്ളതല്ലേ ബീഫ് പൊരിച്ച്. പാവണ്ടോ? ഇതാണ് ഞങ്ങളെ പപ്പട പാത്രം. തേങ്ങ ഒതുക്കിയിട്ടുണ്ട് കേട്ടോ അതിലേക്ക്. ഇവിടെ എല്ലാവരും പപ്പടമൊന്നും കൂട്ടില്ല, ചിലർ മാത്രമേ പപ്പടം കൂട്ടൂ. ഇതാ ബീഫ് പൊരിക്കാൻ പോവാണ്.
അതിലേക്കാണ് കേട്ടോ അത് തേങ്ങ അരച്ചിടാനുള്ളത്. വട്ടിയിട്ട് വെച്ചാൽ നല്ല പൂളക്കറി ഇവിടെ സെറ്റായിട്ടുണ്ട്. വേറെ പാത്രത്തിലേക്ക് ആക്കാനുണ്ടോ. ബീഫ് അവിടെ നല്ല സൂപ്പറായിട്ടുണ്ട്. ആഹാ, നല്ല പൊരിച്ച ബീഫ് ഇവിടെ സെറ്റായിട്ടുണ്ട്. ഉമ്മതാ ഉള്ളിയൊക്കെ വെച്ച് നല്ല ഡെക്കറേഷൻ ഒക്കെ ചെയ്തിട്ടോ. മിന്നുവിന്റെ വീട്ടിൽ നിന്ന് കൊണ്ടുവന്നു കേട്ടോ. എനിക്ക് ഭയങ്കര ഇഷ്ടമായതിനെ കൊണ്ട് ഓളെ വീട്ടിലുണ്ടായതാണ്. അപ്പൊ അവിടുന്ന് ഓള് 2 ദിവസം മുന്നേ ഓളെ വീട്ടിൽ പോയപ്പോ അവിടുന്ന് കൊണ്ടുവന്ന കേട്ടോ. ചക്കയും ഉണ്ട് കേട്ടോ. ചക്കയും കൊലയൊക്കെ ഓളെ വീട്ടിൽ നിന്ന് കൊണ്ടുവന്നാണ് കേട്ടോ. ആ കൊല വെട്ടിയപ്പോ വായന്റെ ഉള്ളിൽ നിന്ന് എടുത്തതാണിത്. ഞങ്ങൾക്ക് അവിടെ ഉപ്പേരി വെക്കാൻ വേണ്ടി പിന്നെ അവിടുന്ന് കൊണ്ടുവന്നതാണ് കേട്ടോ. അപ്പൊ ഇത് ഇന്നത്തെ ഉപ്പേരിക്ക് ഇതാണ് കേട്ടോ. ഉപ്പേരി അരിയാൻ വേണ്ടിയിട്ട് അമ്മയൊക്കെ ഇങ്ങനെ ക്ലീൻ ആക്കുന്നുണ്ട് കേട്ടോ. എനിക്ക് ഇതറിയൂല എങ്ങനെയാണെന്നൊന്നും. ഞാൻ ആ വഴിക്ക് പോയില്ല കേട്ടോ. അങ്ങനെതാ മിന്ന് തുടച്ച് ഇവിടെ എത്തിന്ന് കേട്ടോ. ഇനി ഞങ്ങളെ ശല്യം ചെയ്യും അടുക്കളന്ന്. തുടയ്ക്കുമ്പോ മാറി കൊടുക്കണം കേട്ടോ. ഞങ്ങളെ പണിയൊക്കെ അവിടെ വെച്ചിട്ട് മിന്നിനെ തുടയ്ക്കാൻ വേണ്ടി മാറി കൊടുക്കൂട്ടോ ഞങ്ങള്. ഞങ്ങളുടെ സ്ട്രോബെറി സിറപ്പ് ഉണ്ട് അവിടെ. ഞാനത് ജ്യൂസ് അടിച്ച് കുടിക്കാൻ പോവാണ്. പാലിൽ വെച്ച് കുടിച്ചാൽ മതി. അപ്പം വെള്ളത്തിനൊക്കെ ദാഹമില്ല, നല്ല ചൂടായതുകൊണ്ട് നല്ല ടേസ്റ്റ് ആട്ടോ. അത് പാലിൽ ഇത്തിരി പഞ്ചസാര ഇത് ജ്യൂസ് അടിച്ചാൽ നല്ല സ്ട്രോബെറീൻ്റെ ജ്യൂസായി. ഷേക്ക് പോലെയൊക്കെ അടിക്കാം. ഇതന്നെ ഒറിജിനൽ പോലും മാറി നിൽക്കണം. അത്രയും ടേസ്റ്റ്. പാലിലേക്ക് ഇങ്ങനെ പാൽ വെച്ചിട്ട് ഇതാണ് സ്ട്രോബെറി സിറപ്പ് വെച്ചെടുക്കാം കേട്ടോ. രാവിലെ ഞങ്ങൾ വിരുന്നാർ വന്നപ്പോൾ ഞങ്ങൾ തന്നെ കേട്ടോ അടിച്ചെടുത്ത്. പാല് വന്നാലും മുട്ട അടിക്കും. നല്ല ടേസ്റ്റാണ്. കുറച്ച് പഞ്ചസാര അപ്പോൾ കണ്ണതൊക്കെ കൂടി ആവില്ല. ജ്യൂസ് ഇതാ റെഡി ആയിട്ട് കേട്ടോ. ഇതാണ് ജ്യൂസ്. ഇനി ഒഴിച്ചാൽ നല്ല കളറുണ്ടാവും. റോസ് ഉണ്ട്, പക്ഷേ ഇതിൽ കാണുന്നില്ല. എനിക്ക് നേരല്ലേ ഇതാ പൂള കറി ഇതാ അവള് തിന്നാണ് കേട്ടോ. നമ്മളതിൻ്റെ അഡിക്റ്റാണ്. ഇവിടെ വേറെ ഒരാൾ അപ്പുറത്ത് നിന്ന് നിന്നുണ്ട്. ഉച്ചക്കത്തെ ചോറ് തിന്നുന്ന അറിയാണ്ടക്കാൻ ആദ്യം അതിൻ്റെ വീഡിയോ കാണിച്ചു കൊടുക്കണം എല്ലാവർക്കും. അതാ ഉച്ചത്തേക്കുള്ളതൊക്കെ ആയിട്ടുണ്ട് കേട്ടോ. ഇതാണ് അയിലക്കറിയാണ് കേട്ടോ. അയിലക്കറിയും പിന്നെ അതാ ഇതിൽ ചോറാണ്. തുറക്കാനും പറ്റില്ല. ഇത് ഇതാ നല്ല ചോറുണ്ട്. പിന്നെ ഇതാ ഒരയിലാട്ടോ പൊരിച്ചത്. ഇഷ്ടമുള്ള ഒരാൾക്കേ ഉള്ളൂ, അപ്പോൾ ഒരാൾക്ക് മാത്രം പൊരിച്ചതാണ്. പിന്നെ ഇതാ നല്ല മാങ്ങൻ്റെ കടുമാങ്ങാണ് കേട്ടോ ഇതിലുള്ളത്. പിന്നെ ഇതാ ഉപ്പേരിയുണ്ട്. ഞങ്ങൾ ഇന്നിക്കാമ്പ് ഞങ്ങൾ പറയാം, നേരത്തെ കാണിച്ചു തന്നില്ലല്ലോ. മറ്റേ വായൻ്റെ ഉള്ളിലുള്ള ആ സംഭവത്തിൻ്റെ ഉപ്പേരി കേട്ടോ. നല്ല ചെറുപയറിട്ട് വെച്ചിരിക്കുന്നു. നാടനാണ്. പിന്നെ അതാ ബീഫ് പൊരിച്ചതുണ്ട്. പിന്നെ അതാ പപ്പടം, നേരത്തെ കാണിച്ചിരുന്ന പപ്പടം, വെള്ളം ഒക്കെയാണ് ഇപ്പോൾ ഇന്നത്തെ ഉച്ചത്തെ ഫുഡ്. ഉച്ചക്കത്തെ ഫുഡ് നമുക്ക് ഇന്ന് ഫുള്ള് വിരുന്നാരാണ്. അപ്പൊ അതാ ആയുസമൂത്തം വന്നിക്കുന്നു. വന്ന പാടതാ മാങ്ങ തിന്നത്. നല്ല ജ്യൂസും മാങ്ങ കുടിക്കുന്നു. ഇരുന്നോ ഇത് അവിടെ. അങ്ങനെ ഞങ്ങൾ ഫുഡൊക്കെ കഴിച്ച് എന്താ റെസ്റ്റ് എടുക്കാൻ വിചാരിച്ച് ഞാനതാ റൂമിലേക്ക് പോവാട്ടോ. ഈ റൂമിൽ കുറേ പണിയുണ്ട്. കുറേ മടക്കി വെക്കാനൊക്കെ ഉള്ളതാണ്. ഉണ്ടോ നല്ല ചൂടാണ്. എന്നാലും അപ്പം ഇതൊക്കെ മടക്കി വെച്ച് ബാക്കിയുള്ള പണി എടുക്കണം. അത്യാവശ്യം കിടക്കാൻ വിചാരിക്കുന്നു. മടക്കി വെക്കാനുള്ളതൊക്കെ മടക്കി വെച്ച് ഞങ്ങളിതാ എമ്പുരാൻ മൂവി കാണാൻ പോവാണ്. ഫോണിലാണ് കാണുന്നത്. ലാപ്പ് മേലാണ്. അപ്പോൾ അത് കണ്ടിട്ട് വരാം. ഒക്കെ കണിയിച്ച് വന്നപ്പോൾ ജസ്റ്റ് നല്ല പായസം ഉണ്ടാക്കി വെച്ചിരുന്നു. അപ്പോൾ അതൊരു ഗ്ലാസ്സിലാക്കിയതാ എടുത്തേക്കുന്നു. ഇത് കുടിക്കണം.
ഇവിടെ ആരൊക്കെ ഇരുന്നാർ വന്നിട്ടുണ്ട് കേട്ടോ. ഇന്ന് ഫുള്ള് ഇരുന്നാർ തന്നെ. കുടിച്ചിട്ട് പറയാം അങ്ങനെയുണ്ട്. കുറച്ച് കഴിഞ്ഞപ്പോൾ ഇതാ അലിമൂത്തമ്മ വന്നിട്ടുണ്ട്. ഇതാ അവരെല്ലാവരും കൂടി വർത്തമാനം വന്നിരിക്കുക കേട്ടോ. ചേച്ചിമാരെല്ലാവരും ഇതാ മക്കളുണ്ട്. ഇതാ നിങ്ങൾക്ക് എന്താ അവിടെ പണി? എമ്മിയെ നല്ല വാച്ചാ. നല്ല ഗെയിമിലാ. എന്ത് ഗെയിമാ കളിക്കുന്നത്? എനിക്കെന്താ ചായക്ക് കുറേ കടിയൊക്കെ വാങ്ങിക്കൊണ്ടു. മൂത്തമ്മമാർ വന്നോണ്ട് എന്താ പിന്നെ ചായ വെക്കാൻ പോവാണ്. പാൽ ചായ ഇതിൽ വെക്കല്ലേ. പാലൊക്കെ കൊണ്ടുവന്നുണ്ട്. അപ്പോൾ ഇതാ എണ്ണക്കടി ഇതാ അതൊക്കെയാണ്. ഇതാ ചായക്ക് പാൽ ഇതാ അടുപ്പത്ത് വെച്ചിട്ട് തിളയ്ക്കാനായില്ല, വെച്ചിട്ടുള്ളൂ കേട്ടോ. അന്ന മൂത്തമ്മമാരൊക്കെ ഇതാ പോവാട്ടോ. എല്ലാവരും കൊണ്ടുവന്ന ചക്കൊക്കെ കൊണ്ടുപോകുന്നുണ്ട് എല്ലാരും. അതാ പാപ്പ ടാറ്റ. ആ ബൈ ബൈ. ആന പോലെ പോയി ഗായ്സ്. മുത്തമ്മമാരൊക്കെ പോയി. അവർക്കൊക്കെ ചക്ക കൊടുത്ത് ബാക്കിയുള്ള ചക്കതാ ഞങ്ങൾക്ക് തിന്നാൻ വേണ്ടിയിട്ട് റെഡിയാക്കാണ്. ഇതാട്ടെ നല്ല പഴുത്ത ചക്കയാണ് കേട്ടോ. നല്ല മധുരം ഉണ്ട്. അപ്പോൾ ബാക്കി നമ്മൾ ചായയൊക്കെ ചൂടാക്കി കുടിക്കാൻ പോകാവുന്നൂടെ. പിന്നെ അതാ പായസം കുടിച്ചില്ല പറഞ്ഞ പായസം കുടിക്കുന്നു. പിന്നെ മുകളിലൊക്കെ ഇതായിരുന്നു പായസമല്ലേ. മറ്റേ സാധനമായിട്ട് അത് കോടി വെള്ളത്തിൽ പുറത്തിട്ട് നൈറ്റ് ആയിട്ടോ. അപ്പോൾ നൈറ്റ് ഞങ്ങൾ ഒരു പത്തിരിയാണ് ഉണ്ടാക്കൽ. ഇപ്പോൾ പത്തിരി ഉണ്ടാക്കുന്നുണ്ട്. പിന്നെ നല്ല മഴ കേട്ടോ. നല്ല മഴ പെയ്യുന്നു. ഇതുവരെ മഴ ഇല്ലേനു. ഇപ്പോൾ ലൈവൊക്കെ കഴിഞ്ഞ് വന്നതാണ് ഞങ്ങൾ. അപ്പോൾ മഴയൊന്നും ഇല്ലേനു. അപ്പോൾ എല്ലാവരും മഴ ഉണ്ടാവില്ല എന്ന് പറഞ്ഞപ്പോൾ ഞങ്ങളങ്ങനെ പറയുന്നു ഇവിടെ മഴ പെയ്താൽ. ഇപ്പോൾ നല്ല മഴ പെയ്യുന്നുണ്ട്. തിരുമ്പതൊക്കെ എടുത്ത് വരുന്നു. നല്ല മഴ കഴിച്ചു. നൈറ്റുള്ള ഫുഡൊക്കെ ഇതാ റെഡിയാക്കി വെച്ചിട്ടുണ്ട്. ചപ്പാത്തി ഉണ്ട്, പത്തിരി ഉണ്ട്, കറിയൊക്കെ വെച്ചതാ സെറ്റാണ് കേട്ടോ. ഇനി ഒരു വന്നാൽ കഴിച്ചാൽ മതി. അപ്പോൾ ഇന്നത്തെ വീഡിയോ ഇത്രേ ഉള്ളൂ കേട്ടോ. ബൈ.